ആകൻ എന്ന വ്യാളിച്ചെറുക്കൻ അവൻ തേച്ച പെണ്ണിന്റെ കല്യാണത്തിന് പോയി പെണ്ണിനോട് തേച്ച കാരണം ചോദിക്കുന്നു. അവൾ പറയുന്നത് ഇജലോടോ പറഞ്ഞ് രാജവെമ്പാലാണ്, ഇത്ര നീളമുണ്ട് ഇത്ര വണ്ണമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുട്ടനാണല്ലോ എന്ന് പറഞ്ഞ് അവൾ അവളുടെ പാട്ടിന് പോകാൻ നിൽക്കുന്നു. ആ ചെക്കൻ താലി പൊട്ടിക്കുന്നു അവളുടെ. എന്നിട്ട് അവിടെ കിടന്ന് അലമ്പാകുന്നു. അങ്ങനെ അവിടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോലീസ് പിടിച്ച് അവനെ രക്ഷിക്കാൻ വരുന്നത് നാളെ 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 ഇൻട്രോ എടുക്കാതെ എന്നവന്റെ കസിനായ കുരളാണ്. അവളുടെ ഡാഡി മന്ത്രിയാണത്രേ. ബൈ ദ ബൈ നമ്മുടെ രംഗണ്ണനും കുരലും ഒരു പ്രാങ്കോളിയാണ്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ രംഗണ്ണനെ മെട്രോയിൽ വെച്ച് അവൾ പ്രപ്പോസ് ചെയ്യുന്നു. അവൾക്ക് വിഷമം വേണ്ട എന്ന് വെച്ച് അവനത് അക്സെപ്റ്റ് ചെയ്യുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അണ്ണന്റെ സ്വഭാവം മാറി. പടയപ്പ അവൻ അവളൊരു സുഹൃത്തു മാത്രമായാണ് കണ്ടിരുന്നത് അത്രേ. രംഗ അണ്ണ എന്ന് മാറ്റി മൊണ്ണ എന്ന് വിളിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെട്ടു പോകുന്നു. പെണ്ണ് പട്ടിക്കരയും പോലെ മൂങ്ങുന്നു. അങ്ങനെ പ്രണയം പൊട്ടി അവൾ മഴമേഘം മനമുരുകി ഉരുകി ബാംഗ്ലൂരിലേക്ക് പോകുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അണ്ണന്റെ സ്വഭാവം വീണ്ടും മാറി. അവനും അവളെ ഇഷ്ടമാണത്രേ. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം അതിന്റെ മോനെ. അത് അങ്ങനെ ഒരുമായി. ഇനി ഡയറക്റ്റ് അവളോട് പ്രണയം പറഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കുമെന്ന് ഉറപ്പായ രംഗണ്ണൻ വീട്ടുകാരോട് വിവാഹം നടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ തിരിച്ചു നാട്ടിലെത്തി അവളെ കാണാൻ അണ്ണൻ പോകുന്നു. അവിടെ വെച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതും അവൾക്ക് പാരി എന്നൊരാളെ ഇഷ്ടമാണത്രേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? ഇത് കേട്ടതും അണ്ണനായി വിഷമിക്കുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല, എന്നാലും ചെറിയൊരു സങ്കടം എന്ന് പറഞ്ഞ് ഒരു ബാത്റൂം കരച്ചിൽ. അങ്ങനെ പാരിയുമായി അവളെ കെട്ടിക്കാൻ അവൻ തീരുമാനിക്കുന്നു. എന്നാൽ കുരലന്റെ ഡാഡി കടുത്ത ജാതിഭ്രാന്തനായിരുന്നു. സത്യം പുറത്തായാൽ പാരിയെയും കുരലനെയും കൊല്ലുമെന്ന് മനസ്സിലാക്കി രംഗണ്ണൻ എല്ലാവരെയും രക്ഷിക്കാൻ കുരലനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ബട്ട് രംഗണ്ണന്റെ പ്ലാനിങ് വേറെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് അവളെ അവന് വിട്ടുകൊടുക്കാന്നതായിരുന്നു അവന്റെ പ്ലാനിങ്. അവന്റെ ഭാര്യയെ അവളുടെ കാമുകന് കൊടുക്കുന്ന നന്മയോളി ഭർത്താവ്. അങ്ങനെ രംഗണ്ണനും മറ്റവന്റെ പെണ്ണും കൂടി ഫ്ളാറ്റിലേക്ക് താമസം മാറുന്നു. നടപ്പ് ഇവന്റെ കൂടെ ആണെങ്കിലും കിടപ്പ് മറ്റവന്റെ കൂടെ. അണ്ണൻ ഗാലറിയിൽ നിന്ന് കളി കാണും. അങ്ങനെ കുറച്ചു ദിവസത്തിന് ശേഷം വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിസ എടുക്കുന്ന സമയത്ത് കുഴലിന്റെ വിസ ഓക്കെ ആവില്ല. ഗുയിസ് നമ്മുടെ അണ്ണി ഗർഭിണിയാണ്. കൊച്ചിന്റെ അച്ഛൻ രമേശനാണ് ബാബുവാണെന്ന് ഇന്നറിയാം. ഫിലിപ്പിന്റെ പരിയായിരുന്നു കൊച്ചിന്റെ അച്ഛൻ. എന്നാലും അവന് കൺട്രോൾ ഇല്ലാണ്ടായി പോയല്ലോ. ഇവൻ എന്തായി കിടന്ന് കാണിക്കുന്നത്? അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണം. അടിച്ചു കലക്കി കയ്യിൽ കൊടുത്തേനെ. അബോർഷൻ ചെയ്യാൻ നോക്കിയെങ്കിലും പിന്നീട് അവൾക്ക് അമ്മാവാൻ പറ്റില്ല അത്രേ. എല്ലാവരുടെയും മുന്നിൽ കൊച്ചിന്റെ തന്ത രംഗണ്ണനാണ്. അങ്ങനെ കുഞ്ഞു ജനിക്കുന്നു. മറ്റവനുണ്ടായ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വാങ്ങുന്ന ഈ നാറി. അങ്ങനെ കൊച്ചിന്റെ അപ്പി കോരാനും പാല് കൊടുക്കാനും മാത്രം ഈ ഡ്യൂപ്ലിക്കേറ്റ് തന്ത. അങ്ങനെ അവളുടെ വിസ പ്രോസസ് എല്ലാം ഓക്കെ ആയപ്പോ രംഗണ്ണന് യഥാർത്ഥ സ്നേഹവും ത്യാഗവും കുരൽ തിരിച്ചറിയുന്നു. അവൾ വിസ കിട്ടിയിട്ടും പുറത്തേക്ക് പോകാതെ രംഗനെ സന്തോഷിപ്പിക്കാൻ അവർ മറ്റൊരു വിവാഹം നടത്താൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ കുരലന്റെ ഡാഡി ഈ നാറികൾ കാണിച്ച നാറിത്തരങ്ങൾ തിരിച്ചറിയുന്നു. ദേഷ്യത്തിൽ ഫിലിപ്പിന്റെ ഭാര്യയെ കൊല്ലാൻ ഗുണ്ടകളെ അയക്കുന്നു. രംഗണ്ണൻ അടിച്ചു തൂറ്റിക്കുന്നു എല്ലാറ്റിനെയും. ഒടുക്കം അവളുടെ ഡാഡി കൊച്ചിനെ തന്നെ കൊല്ലാൻ നോക്കുന്നു. ബട്ട് കറക്റ്റ് ടൈം ഹാർട്ട് അറ്റാക്ക് വരുന്നു. അദ്ദേഹത്തെ രംഗണ്ണൻ രക്ഷിക്കുന്നു. ഒടുക്കൻ തന്തപ്പിടിക്ക് മാനസാന്തരം വരികയും ഫിലിപ്പിന്റെ പരിയും അവന്റെ ഭാര്യയും എല്ലാവരെയും ഒന്നാക്കുന്നു. അങ്ങനെ വന്നവനും നിന്നവനും കിടന്നവനും ഒന്നായി. കളി കണ്ടവൻ ഔട്ടും. അങ്ങനെ അവസാനം അവർ രംഗണ്ണനും ഒരു പെണ്ണിനെ സെറ്റാക്കി കൊടുക്കുന്നു. ഈ പടം കണ്ട് പൃഥ്വിരാജ് പറഞ്ഞതായിരുന്നു ശരി, ഫിലിപ്പിന്റെ പരി.